നാട്ടിൽ വരുന്നുണ്ടെന്ന് ഇയാള് പറഞ്ഞപ്പോഴാ തന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞത്. ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടോ? എന്താ അശോകേട്ടാ ഇത്? അശോകൻ പറഞ്ഞോളൂ. താൻ വന്ന് ഇതുവരെ ആയിട്ടും അമ്മൂനെ കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ. ഓ സോറി സോറി, ഞാനിത് മറന്നു. അമ്മൂന് സുഖാണോ? ഇപ്പൊ എവിടെയുണ്ട്? ഭർത്താവിനൊപ്പം ലണ്ടനിൽ തന്നെയാണോ അതോ നാട്ടിലുണ്ടോ? അമ്മോ ഇപ്പൊ ഇവിടെയുണ്ട്. എവിടെ? ഇവിടെയുണ്ടോ? എന്നിട്ടെന്താ ഇങ്ങോട്ട് വരാത്തെ? അമ്മൂ, അമ്മൂ. അമ്മ എന്താ വന്നേ ലണ്ടനിന്ന്? ഭർത്താവും കുട്ടികളൊക്കെ വന്നുണ്ടോ? എവിടെ? എല്ലാരും ഉണ്ടോ ഇവിടെ? അമ്മു കല്യാണം കഴിച്ചില്ല. കല്യാണം കഴിച്ചില്ലേ? എന്തേ? എന്തേ അശോകേട്ടാ? എന്താ അമ്മു കല്യാണം കഴിക്കാഞ്ഞേ? അശോകേട്ടാ, അമ്മു ഞാൻ എന്റെ വൈഫിനോട് എന്നും പറയുമായിരുന്നു അമ്മൂനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് പുണ്യം ചെയ്ത ആളാണെന്ന്. അങ്ങനെ പുണ്യം ചെയ്ത ഒരാളെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. അവള് കണ്ടെത്തി. അത് നേടിക്കൊടുക്കാനും എനിക്ക് സാധിച്ചില്ല. അമ്മ, ഞാൻ എന്തൊക്കെയാ കേൾക്കണേ? അമ്മൂന് ഇങ്ങനെ ഒരവസ്ഥയില് കാണേണ്ടി വരുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. മോൻ കൂടെ വന്നിട്ടുണ്ടെന്നറിഞ്ഞു. എവിടെ? ആളെ കണ്ടില്ലല്ലോ. സോറി, ഞാനത് മറന്നു. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്. മോനറിയോ അതാരാന്ന്? അതാണ് അമ്മു ആന്റി. പാവം അമ്മു അന്ന് അച്ഛന്റെയും ഏട്ടന്റെയും മുന്നിൽ കള്ളം പറഞ്ഞ് മോന്റെ പപ്പയെ രക്ഷിച്ച് പറഞ്ഞയക്കുമ്പോഴും അങ്ങനെ ഒരു അപകടം അവള് പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അവൻ കള്ളം പറഞ്ഞ് രക്ഷപ്പെടുക, അവനെ വിടരുത്. അവൻ കള്ളം പറയില്ല. കള്ളം പറയുന്ന ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ചെല്ല്. അവൻ അറിയാണ്ട് നിങ്ങളും കൂടെ പോണം. ട്രെയിനിൽ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവരെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ അവനെ തീർത്തേക്ക്. ഇറങ്ങടി ഇങ്ങോട്ട്. എങ്ങനെ ഇവരൊക്കെ അറിഞ്ഞേ? മണിച്ചേച്ചി അച്ഛനൊക്കെ ചോദിച്ചിട്ടും ഞാൻ ഇല്ല ഇല്ല തന്നെ പറഞ്ഞിരിക്കണേ. അത് നന്നായി. ഇനി നീ എനിക്ക് ഒരു ഉപകാരം കൂടി ചെയ്യണം. എത്രയും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ജയകൃഷ്ണനെ കാണണം. അയ്യോ, ഞാനോ? അച്ഛൻ വെച്ചിരിക്കുന്ന ആളുകളുടെ കണ്ണിൽ പെടാതെ എങ്ങനെയെങ്കിലും ജയകൃഷ്ണനോട് അവിടുന്ന് രക്ഷപ്പെടാൻ പറയണേ. ഞാൻ പറയാനോ? അതെ, സ്നേഹിക്കുന്ന പെൺകുട്ടി കൂടെ ഇല്ലെങ്കിൽ ജയകൃഷ്ണനെ കൊന്നുകളയാൻ പറഞ്ഞിരിക്കുക അച്ഛൻ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതാ ഞാൻ ഈ പറയണേ. ജയകൃഷ്ണനോട് എല്ലാം തുറന്നു പറയണം. ഫോണിലെ ആ പെൺകുട്ടി ഞാനായിരുന്നു എന്ന് നീ പറയണം. പക്ഷെ എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കരുതെന്നും ജയകൃഷ്ണൻ ഞാൻ കാത്തിരിക്കുമെന്നും നീ പറയണം. എത്ര കാലം കഴിഞ്ഞാലും എന്റെ കഴുത്തിൽ ഒരാളും താലി കെട്ടില്ല. അതിന് ഞാൻ സമ്മതിക്കുകയില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞാ വിശ്വസിക്കോ? അല്ലാണ്ട് വേറെ വഴിയില്ല. വിളിച്ചു പറയാൻ ജയേഷിന്റെ കയ്യിൽ ഫോണും ഇല്ല. അല്ലെങ്കിൽ നീ അവിടെ ചെന്ന് എന്റെ ഫോണിലേക്ക് വിളിച്ചാ മതി. ജയേഷിനോട് ഞാൻ തന്നെ പറഞ്ഞോളാം. ഹലോ, ഇനി ട്രെയിനില്ലാട്ടോ. ഇതാ അവിടെ നിന്നുള്ള ലാസ്റ്റ് ട്രെയിൻ.
എന്നോട് കൃഷ്ണ ഞാൻ ആ അതെ ശരി അശോക. ഒരു കൂട്ടുകാരിയും ചെയ്യാൻ പാടില്ലാത്ത ചതിയാ ഞാൻ എന്റെ അമ്മോനോട് കാണിച്ചത്. അല്ലെങ്കിലും മോന്റെ പപ്പയെ പോലുള്ള ഒരാളെ സ്വന്തമാക്കാൻ ഭാഗ്യം കിട്ടിയ ആരാ വിട്ടുകൊടുക്ക? അതുകൊണ്ടാ ഒരാളും തേടി വരാത്ത ദൂരത്തേക്ക് മോന്റെ പപ്പയെ കൊണ്ട് ഞാൻ പോയത്. എന്റെ ആ ക്രൂരതയ്ക്കുള്ള ശിക്ഷയും ദൈവം ഇപ്പൊ എനിക്ക് തന്നിരിക്കണം. എല്ലാം നേടിയ മോന്റെ പപ്പയുടെ കൂടെ ജീവിക്കാൻ അമ്മയ്ക്കിപ്പൊ ഭാഗ്യമില്ലാതെ പോയത് കണ്ടോ? അതാ ദൈവം തരുന്ന ശിക്ഷ. മമ്മി മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഡയറി മോന്റെ കയ്യിൽ കിട്ടും. വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഡയറി മോൻ നശിപ്പിച്ച് കളയണം. ഈ കഥകളൊന്നും ഒരിക്കലും മോന്റെ പപ്പ അറിയാനിട വരരുത്. സിദ്ധാർത്ഥ് യെസ്. എന്താ മോൻ ഉറങ്ങിയില്ലേ ഇതുവരെ? ഇല്ല, ഉറക്കം വന്നില്ല. മോൻ കരഞ്ഞോ? ഇല്ല. കള്ളം പറയരുത്. മോന്റെ പപ്പ കള്ളം പറയില്ലല്ലോ, അപ്പൊ മോനും കള്ളം പറയരുത്. എന്തിനാ കരഞ്ഞേ? മമ്മി ഓർമ്മ വന്നപ്പോ. മോൻ കിടന്നോ? ഉറങ്ങുന്നവരെ ആന്റി അടുത്തിരുന്നോളാം. ആന്റിക്ക് എന്റെ മമ്മിയോട് ദേഷ്യമുണ്ടോ? ദേഷ്യം? എന്തിന്? ദേഷ്യമല്ല, സങ്കടം. ആന്റിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടെങ്കിലും എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞില്ലല്ലോ മോന്റെ മമ്മി. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ആന്റിക്ക്. എന്റെ മമ്മിയോട് ആന്റി ക്ഷമിക്കണം. കാണാനാവുമെന്ന് ഞാൻ കരുതിയതല്ല. തന്നെയും മകനെയും കാണാനും തന്നോട് മാപ്പ് പറയാനും വേണ്ടിയാ ദൈവം എനിക്ക് അല്പം കൂടി ആയുസ് നീട്ടിത്തന്നത്. അയ്യോ അങ്ങനെയൊന്നും പറയരുത്. ഞാൻ അടുത്ത തവണ വരുമ്പോ അശോകേട്ടൻ ഇതിനേക്കാളും ആരോഗ്യവാനായിട്ട് ഇരിപ്പുണ്ടാവും. നോക്കിക്കോ, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. അമ്മ സിദ്ധാർത്ഥ്, അമ്മുവാൻ്റെയോട് യാത്ര പറഞ്ഞിട്ട് വാ. മോൻ പോയിട്ടിനി എപ്പോഴാ ഈ അമ്മുവിന്റെ കാണാൻ വരുന്നത്? ഞാൻ മമ്മീന്ന് വിളിച്ചോട്ടെ? അന്നെന്താ മോൻ അങ്ങനെ വിളിച്ചു? എങ്കി ഞങ്ങളുടെ കൂടെ വരുമോ എന്റെ മമ്മിയായിട്ട്?